ഹലോ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സൺഡേത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു ഫംഗ്ഷൻ. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ വളകാപ്പാട്ടോ. അപ്പോൾ ആമിയൂർ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ എല്ലാവരെയും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പുതിയ ഡ്രസ്സാട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോ ആട്ടോ ഇതൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കൊടുക്കാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടുണ്ട്. അപ്പോൾ അതിൽ ലിങ്ക് അയച്ചു കൊടുത്താൽ ലിങ്ക് വരും. ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഞങ്ങൾ അത്താണി എത്തുമ്പോഴേക്കും നല്ല മഴ, പിന്നെ അരമണിക്കൂർ അങ്ങനെ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ വളകാപ്പിൻ്റെ ചടവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. മേമ്മമാർ, പാപ്പന്മാർ, വല്യച്ഛന്മാർ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഇത് ദേവു, ഇത് ചിന്നു, എൻ്റെ പാപ്പൻ്റെ മക്കളായിട്ട് വരും. വിവി പിന്നെ ഫസ്റ്റ് അങ്ങോട്ട് വന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും എടുക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇനി വിഷ്ണുവേണ്ടിയും കണ്ടാൽ ചുണ്ടുപോകും. എന്നാലും വിവിനെ അങ്ങനെ എല്ലാവരും എടുത്തിരുന്നു കേട്ടോ. ഇവനെ അങ്ങനെ ആരും കാണുന്നില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ഈ വീഡിയോയിലെല്ലാം കാണുന്നു. എല്ലാവരും പറയുന്നുണ്ട് അവനോട്, ഞാൻ എന്നെ വീഡിയോയിൽ കാണലുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മഞ്ഞൾ വയ്ക്കാൻ, മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ. അപ്പോൾ വിവി ആകെ അത്ഭുതപ്പെട്ട് നോക്കണ്ടേ, എന്താ ഇപ്പോൾ ഇവിടെ നടക്കണേ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അവൾക്കും കൊടുത്തു, പിന്നെ വിവിക്ക് ചെറിയൊരു പൊട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ മേമ്മമാരും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണലുണ്ട് കേട്ടോ. അപ്പോൾ മേമ്മമാരെ കുട്ടികളും അവരൊക്കെ കാണലുണ്ട് എന്ന് ചെന്നപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടോ. ഓരോ വീഡിയോത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അങ്ങനെ മേമ്മമാർ കുടുംബക്കാരൻ നമ്മളെ വീഡിയോ കണ്ടിത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ പുറത്ത് വന്നിരുന്നപ്പോൾ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നു കേട്ടോ വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ ഇത് ഒരാളെ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ആരും പേരൊന്നും പറയണില്ല കേട്ടോ. എല്ലാവരും മേമ്മമാരും വല്യമ്മമാരും അങ്ങനെ കേട്ടോ. പിന്നെ ഇത് നമ്മൾ അല്ലു. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ കിച്ചു വന്നു കേട്ടോ. കിച്ചുവിനെ കണ്ടപ്പോഴേക്ക് വിവിക്ക് നല്ല ആശ്വാസമായി. പെട്ടെന്ന് കിച്ചുവിൻ്റെ അടുത്തേക്ക് ചാടിന് കേട്ടോ. അത്രയും നേരം അറിയാത്ത ഒരാളെ കണ്ടപ്പോൾ ഓൻ്റെ ആളെന്ന് അങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. പെട്ടെന്ന് അങ്ങോട്ട് ചാടി കേട്ടോ. പിന്നെ കുറച്ച് നേരം കിച്ചുവിൻ്റെ അടുത്ത് സെറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വരുത്തിയിട്ട്, കാരണം അങ്ങനെ അവരെല്ലാവരും കാണുമ്പോൾ അങ്ങനെ കരയുക. നമ്മളിപ്പോൾ ഇവർക്കൊന്നും വിവിനെ അങ്ങനെ കാണില്ലല്ലോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് അവനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവനാ തീരെ പറ്റത്തില്ല കേട്ടോ അവരേനൊക്കെ. അപ്പോൾ വണ്ടി നിർത്ത ചുണ്ടുപോലാണ് ഇത് കണ്ടിട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വിവിനെ കിച്ചു ആട്ടോ നോക്കണത്. പിന്നെ പാപ്പന്മാരപ്പോൾ ഫോട്ടോസ് എടുത്തു, കസിൻസിൻ്റെ അപ്പം ഫോട്ടോസ് എടുത്തു. ഞങ്ങൾക്കിന്ന് വലിയൊരു കസിൻസ് ഗ്യാങ് ഉണ്ട്. അപ്പോൾ അതിലാകെ കുറച്ച് ആൾക്കാർ അവിടെ ഉള്ളൂ. ഞങ്ങൾ കുറേ കസിൻസ് ഉണ്ട്, ഒരു 10-15 കസിൻസ് ഞങ്ങളുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് പാപ്പന്മാരായിട്ടും ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടു. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം കാണുന്നു. അപ്പം അതിൻ്റെ പൊലിവ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. വിവി കരയുമ്പോഴേക്ക് നമ്മൾ കഴിച്ച് നീക്കണമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഇരുന്നു. ഞാനും വിഷ്ണുവേട്ടനും ഞങ്ങൾ കസിൻസ് കുറച്ച് ആൾക്കാരിരുന്നുള്ളൂ. കിച്ചുവിൻ്റെ അടുത്ത് കുട്ടിയായതുകൊണ്ട് ബോയ്സൊക്കെ കിച്ചുവിൻ്റെ ഒപ്പം ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടേബിളിന് റൊണാൾഡോൻ്റെ സംഭവം കേട്ടോ. അപ്പോൾ റൊണാൾഡോൻ്റെ ആണെച്ചാൽ മറിച്ചിട് പറയട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇടാതെ മറിച്ചിട് പറയട്ടെ എല്ലാവരും. കണ്ടോ റൊണാൾഡോൻ്റെ 7 എന്നൊക്കെ എഴുതിയിട്ട്. പിന്നെ അങ്ങനെ പ്ലേറ്റൊക്കെ വന്നു. ഞാനും വിഷ്ണുകാരനാ ചപ്പം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് വേഗം കഴിച്ചോ, ചെക്കപ്പോൾ വരുട്ടോ പറഞ്ഞിട്ട് ഞങ്ങൾ പാഗ് പറഞ്ഞിട്ടായിട്ടൊക്കെ കഴിക്കണേ. ഇപ്പം ഞങ്ങളെ കഴിയാൻ നേരത്തേക്കാണ് നമ്മളെ വിവി വന്നിട്ടോ. അപ്പോൾ ഇപ്പോൾ വരുന്നത് വിഷ്ണുവിൻ്റെ ബജാജത്തത് സഞ്ജുവേട്ടനാട്ടോ. ഞങ്ങൾ ട്രിപ്പിന് വയനാട്ടിലേക്ക്. പിന്നെ ഇത് ബാക്കിൽ അവരെ മാവൻ എന്നൊക്കെ വിളിക്കുന്ന ആളാട്ടോ. പിന്നെ അത് ഈ ഏട്ടൻ്റെ പേരിക്കറിയില്ല. അപ്പോൾ വിഷ്ണുവേട്ടൻ പറയുന്നത് അവൻ്റെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ എടുത്താട്ടോ. പിന്നെ അങ്ങനെ കഴിക്കല കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമല്ലോ. അവൾ ഇറങ്ങുന്ന നേരത്ത് ഒരു കുട്ടിയെ കണ്ടിട്ടല്ലേ ഇറങ്ങുക, അമ്മയും കുട്ടീനെ. അപ്പം എന്നെ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ഉമ്മറത്തിൻ്റെ അവിടെ പടിയില്ലേ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാനും വിവി അവിടെ നിൽക്കുന്നുണ്ട്. അവളെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബാക്കിക്ക് തിരിഞ്ഞ് നോക്കാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു വന്നു, അവളിങ്ങനെ നടന്നു വന്നു കേട്ടോ. അപ്പം അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കിക്ക് നോക്കണ്ട കേട്ടോ, നടന്നു പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും പിന്നാലെ ഇങ്ങനെ പോയി. അപ്പം ഞാനും വിവി നേരെ ഉള്ളിക്ക് പോയി കയറി കേട്ടോ ചെയ്ത്. അങ്ങനെ ഉള്ളിക്ക് കയറണം തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഉള്ളിക്ക് കയറി അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഉള്ളിൽ പോയി ഹാളിൽ പോയിട്ട് തിരിച്ചു വരിക അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് വീടിൻ്റെ അങ്ങനെയൊക്കെ പോകണം വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ മാലു, നന്ദു, അമ്മായി, അമ്മമ്മ, ലീലമ്മ ഇവരെല്ലാവരും വന്നു കേട്ടോ. ഇവർ 10 മണിക്ക് പുറപ്പെട്ടിരുന്നിട്ട് ഇവർ വീട്ടിലെത്തുന്നത് 1 മണിക്ക് കേട്ടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ മാലുവിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് കളിയാക്കി തോന്നിട്ടോ. ഇരുന്നപ്പോൾ കുറച്ച് വയറ് കൂടി, വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ അങ്ങനെ കളിയാക്കട്ടോ. ഇവർ രണ്ടാളും കണ്ട കീരും മാമൂല്ല അതേപോലെ എപ്പോഴും നല്ലൂടിയും കൊണ്ടാട്ടോ. ഓരോന്ന് അങ്ങോട്ട് കളിയാക്കിയിട്ടും. പിന്നെ അത് ലീലമ്മ, അത് നമ്മളെ അമ്മമ്മയുടെ ചേച്ചി കേട്ടോ. പിന്നെ ബാക്കിൽ വരുന്നത് അമ്മമ്മയ്ക്ക് ക്യാമറ കണ്ടപ്പോൾ ഇങ്ങനെ ഇടഞ്ഞ നോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വന്ന് അവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മായി ഇതാ വിവിനെ നീച്ച് നോക്കാൻ വേണ്ടി പോകട്ടെ. പിന്നെ ഞങ്ങൾ എവിടെ എന്തോ കണക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ട് മാലു കുറച്ചേക്ക് വീഡിയോസൊക്കെ എടുത്താന്ന് കേട്ടോ. മാലു അണച്ചാൽ നമ്മൾ പറയുന്ന രീതിക്കല്ല മാലു വീഡിയോ എടുക്കുക. അപ്പം ഞാൻ എന്താ കാട്ടണത് കേട്ടോ, വിവി ഇവിടെ നോക്കണത്. ഈ പെണ്ണിന് ഇപ്പം എന്താ ഭ്രാന്തായോ നോക്കണം. ഞാനിങ്ങനെ തിരിയുമ്പോഴും നടന്നു വരുമ്പോഴും അങ്ങനെയൊക്കെ കാട്ടുമ്പോൾ വിവി ഇങ്ങനെ നോക്കുക കേട്ടോ.
പിന്നെ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഇഷ്ടമായി. ഞാൻ അങ്ങനെ ബ്ലാക്ക് അങ്ങനെ ഇടലില്ല, പക്ഷേ ഈ ഡ്രസ്സിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അതാ മുത്തശ്ശിയും കുട്ടിയും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ അമ്മമ്മോട് പറയാം, അമ്മമ്മയുടെ മന്തിയുടെ റെസിപ്പി വേണം കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മാലു കാട്ടണുണ്ടോ, മാലുവിൻ്റെ ഫുഡ് ബമ്പ പറഞ്ഞിട്ട് മാലു കാട്ടണുണ്ടോ. ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ് എന്നെക്കാളും വയറുണ്ട് മാലുവിനുണ്ട്. മാലു ഞാൻ എപ്പോഴും കളിയാക്കുകയും. പിന്നെ അങ്ങനെ ഞാനും മാലും കൂടിയും പോണത് ഐസ് മറ്റേ ചോക്കോബാർ മാംഗോ ബാർ അതൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കാൻ പെട്ടെന്ന് എങ്ങനെ ഫുഡ് കഴിക്കലിരുന്ന മധുരം കഴിക്കുമ്പോൾ ഒരു സമാധാന സന്തോഷമല്ലേ. മധുരം ഇങ്ങനെ ഫുഡ് കഴിക്കലേ വയറ് നിറഞ്ഞിരിക്കും. ഐസ്ക്രീം അടിക്കാൻ പോണേ. അപ്പോൾ ഹെൽമെറ്റ് ഇടാത്തത് ഇവിടെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങണ ആ വഴിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഹെൽമെറ്റ് ഇടാഞ്ഞ്. പിന്നെ എനിക്ക് പൊതുവേ ഹെൽമെറ്റ് ഇടാതെ ഓടിക്കണം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തോ പോലെ കേട്ടോ ഹെൽമെറ്റ് ഇടാതെ ഓടിക്കുമ്പോൾ ഞാൻ എവിടേക്ക് പോകാനെച്ചാലും ഹെൽമെറ്റ് ഇടും കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മാലു ഫസ്റ്റ് അവൾക്ക് വേണ്ടത് അവൾ എടുത്തിട്ടോ. അവള് കോൺ ടോപ്പോ അങ്ങനെ എന്തോ കോൺ ടോപ്പ് തന്നെ അവൾ എടുത്തിട്ടോ. പിന്നെ ഞാൻ ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാംഗോ ബാർ ചോക്കോബാർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മേടിച്ചു. പിന്നെ കുറച്ചധികം മേടിച്ചു കേട്ടോ. കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ വേണ്ടത് ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ കഴിച്ചിട്ട് മേടിച്ചു. പിന്നെ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അമ്മ കാപ്പി ഉണ്ടാക്കി. പിന്നെ മിച്ചറ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പൊതുവേ ചായ കുടിക്കുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ചായ കുടിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഷുഗർ നല്ല ലോ ആണ്. ചായ ഞാൻ അങ്ങനെ കുടിക്കലേ ഇല്ല. അപ്പോൾ നമ്മളെ വിവീനെ കണ്ടോ നന്ദു എടുത്ത് കിടക്കുന്നത്. നന്ദുവിനാണിച്ചപ്പോൾ എടുക്കാൻ പഠിച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ വിവീനെ എടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ പോണത് നമ്മളെ വീടിൻ്റെ അങ്ങോട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര ആയിട്ട് അമ്മമ്മി അമ്മായി പിന്നെ ലീലമ്മ നമ്മളെ വീടൊന്നും കണ്ടിട്ടില്ല, മാലു ആരും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ബാക്കിൽ ഓട്ടോയിലുണ്ട്, ഞങ്ങൾ ഫ്രണ്ടിൽ പോവുക കേട്ടോ. അപ്പോൾ നമ്മളെ വിവി അവരെ കൂടെ പോകുന്നില്ല കേട്ടോ. ഞാൻ അപ്പോൾ അമ്മമ്മോട് പറഞ്ഞു അവന് വരുമ്പോൾ കൊടുന്നോന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബൈക്കുമല്ലേ, അപ്പോൾ ഓട്ടോയിൽ വരുമ്പോൾ കൊടുന്നോളം കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അമ്മമ്മടുത്തേക്ക് അവൻ പോയില്ല, അത്രേ അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനങ്ങനെ എല്ലാവരുമായിട്ട് പരിചയമായിട്ടില്ലല്ലോ. അവർ പെട്ടെന്ന് ഉച്ചയ്ക്ക് വന്നു, വൈകുന്നേരം അങ്ങനെ കൈയ്യട്ടിയപ്പോൾ പോകുന്നില്ല അത്രേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ എത്തി. അപ്പം ഇന്ന് പണിക്കാരില്ല, സൺഡേ അല്ലേ, അപ്പം ഇന്ന് പണിക്കാരൊന്നും ഇല്ല കേട്ടോ. പിന്നെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരു 1.25 മണിക്കൂർ അവരെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അവരാച്ച വഴി തെറ്റി പോയിട്ടുണ്ടായിരുന്നു. മാലുവിനും അമ്മമ്മയ്ക്കും വഴി അറിയാം, പക്ഷേ ഓട്ടോക്കാരെ അവർ വേറെ വഴിക്ക് കൊണ്ടുപോയിട്ട് ഇവർക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ അങ്ങനെ 3/4 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി വീഡിയോസും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മോളിക്ക് ഞാൻ കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ തേപ്പ് കഴിഞ്ഞിട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ താഴത്തെ തേപ്പും കഴിഞ്ഞു, മുകളിലത്തെ തേപ്പും കഴിഞ്ഞു കേട്ടോ. ഞാൻ പുറത്ത് ടൈൽസിൻ്റെ പണി, ഇൻറ്റീരിയർ അങ്ങനെ കുറച്ച് പണിയുണ്ട്. പക്ഷെ അതൊക്കെയല്ല ഞാൻ വലിയ പണിയില്ലേ. അങ്ങനെ സ്റ്റെപ്പൊന്ന് വാർത്തിട്ട് ഞാൻ മുകളിലേക്ക് കയറിയിട്ടേ ഇല്ല. ഞാനാണച്ച താഴത്ത് വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് കുറേ നേരം വർത്താനം പറഞ്ഞു നിന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ എനിക്ക് തോന്നുന്നത് മാലു നിൽക്കുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ താഴത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കണ വ്യൂ ആട്ടോ അത്. അങ്ങനെ അവർ വന്ന് വീടൊക്കെ കണ്ടു. ആ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ശരിക്കും മറന്നു പോയിട്ട് അവർ വരുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ലീലമ്മയ്ക്ക് നടക്കാൻ ചെറിയ രീതിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിവിടേക്ക് കല്ലും അതൊക്കെ അല്ലേ, നിരപ്പായ സ്ഥലമല്ലല്ലോ. അപ്പോൾ അങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകും കേട്ടോ. പിന്നെ അവർ തിരിച്ചിട്ട് ഓട്ടോയിൽ തന്നെയാണ് പോകണത്. ഓട്ടോ നമ്മൾ വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാനാണെന്ന് അങ്ങനെ എന്നോട് പറയണത്, ഞാനിപ്പോൾ സ്റ്റെപ്പൊക്കെ വാർത്തിട്ട് മുകളിൽ തേച്ചിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ വരികയാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് റൂമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കാന്ന് വെച്ചാൽ ഞാനും ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ആളാട്ടോ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു 10 വട്ടം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ അങ്ങനത്തെ ഒരാളാട്ടോ. വിഷ്ണു ഏട്ടനാണെന്ന് വെച്ചാൽ ഇൻ്റെ ഓപ്പോസിറ്റാണ്. ഏട്ടൻ ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല. ഇപ്പം സങ്കടം വന്നാലോ ദേഷ്യം വന്ന ആൾ നല്ല എക്സ്പ്രസ് ചെയ്യും. മറ്റേത് എന്തെങ്കിലും സന്തോഷം അങ്ങനെ വന്ന ആൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല കേട്ടോ. അപ്പം നമ്മൾ നന്ദുവിനോട് വെച്ച് പണക്കത്തിൽ എത്ര റൂമാണ് മനസ്സിലായി ചോദിച്ചപ്പോൾ അവൻ പറയാം 4 റൂം കയറിഞ്ഞ്. അപ്പോൾ പറയാം എന്നാൽ ഞാൻ പോയി ഓട്ടം കയറിക്കും, അവന് എത്ര റൂമാന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മളെ കിച്ചു വന്നു. കിച്ചു ചെക്കന്മാരടുത്തേക്ക് പോയിട്ട് വരിക കേട്ടോ. അപ്പോൾ കണ്ടോ ഞാൻ കൈയാട്ടിയിട്ടാവാൻ വരാത്തത്. കിച്ചുവിനെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ കിച്ചു എടുത്ത് കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ അടുത്ത് നിന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഇപ്പം കണ്ടപ്പോൾ നമ്മളെ കളിപ്പിക്കുക കേട്ടോ അവൻ. അപ്പോൾ ഞാൻ കൈയാട്ടിയാലും അമ്മ കൈയാട്ടിയാലും ഒന്നും ഇപ്പോൾ കിച്ചു എടുത്താൽ വരില്ല കേട്ടോ. കിച്ചുവിനെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. കിച്ചുവിനെ വെച്ചാൽ അത് ഭയങ്കര പൊലിവാട്ടോ. ഇങ്ങനെ കൈയാട്ടിയാൽ പോവില്ലല്ലോ. പിന്നെ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. അവരിന്ന് രാത്രി പോകട്ടോ. അമ്മമ്മയും നന്ദു മാലും ഒക്കെ ഇന്ന് രാത്രി പോകും. നാളെ സ്കൂളുണ്ടല്ലോ. അപ്പം ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ തിങ്കളാഴ്ച സ്കൂളുണ്ടല്ലോ അവർക്ക്. അങ്ങനെ അവർ ഓട്ടോ വരിക ഒരു 9:30 ടൈമിക്ക് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുക. രാത്രിക്ക് മന്തിയും അൽഫാമും വരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണ്ട്. ഞാനാണെച്ചാൽ
കുറേ കാലത്തിന് ശേഷം സിനിമയ്ക്ക് പോണ്. ആദ്യമൊക്കെ എപ്പോഴും പോയിരുന്നു. ഇപ്പോൾ പിന്നെ വിവി ഒന്ന് ആവട്ടെ വിചാരിച്ചിട്ട് ഇനി വിവിനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ മംഗള സിനിമ ഉണ്ടല്ലോ തുടക്കം, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അതിൻ്റെ റിവ്യൂ കേട്ടപ്പോൾ എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് ഞങ്ങൾ വരുന്നില്ല വിചാരിച്ചു. കാരണം 10 മണിക്കാണ് ഷോ ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മളെ വിവി 9 മണി 9:15 ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ പട്ടാമ്പി എത്തിയത്. ഞാനാണെച്ചാൽ ലാസ്റ്റ് കണ്ട് സൂര്യയുടെ കറുപ്പാട്ടോ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ട് വരികയാണ്. പിന്നെ അങ്ങനെ സിനിമ കണ്ടു. സിനിമ നല്ല അടിപൊളി സിനിമ കേട്ടോ. കാണാത്ത ആരെങ്കിലും ഉണ്ടെച്ചാൽ പോയി കാണണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ അങ്ങനെ കേട്ടത് മോഹൻലാലിൻ്റെ മാത്രം കൊളാക്കി, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങനെ ഞാൻ അതിലത്തെ ഭാഗങ്ങളൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയാ. മോഹൻലാലിന് ഇഷ്ടപ്പെട്ടോ? മോഹൻലാൽ ഫാനോട് മോഹൻലാൽ ഇഷ്ടപ്പെട്ടത്. നമ്മളെ വിഷ്ണുട്ട മെസ്സിയുടെ പോലെ തന്നെ ഭയങ്കര കട്ട ഫാനാട്ടോ മോഹൻലാലിൻ്റെ. ഞാനാണെച്ചാൽ മമ്മൂട്ടി ഫാനാണ്. പിന്നെ അങ്ങനെ വീട്ടിലെത്തി വിവീനെ കൊടുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. പുതിയതായിട്ട് ആരെങ്കിലും കാണേണ്ട വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.